ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി സോഷ്യൽ സയൻസ് ക്ലാസ്. എല്ലാ കൂട്ടുകാരെയും USS സോഷ്യൽ സയൻസ് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠഭാഗത്തു നിന്ന് മുൻ വർഷങ്ങളിൽ USS എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളും അതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങളും നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ചോദ്യഭാഗത്തേക്ക് പ്രവേശിക്കാം. First, what is the ancient stone age or Paleolithic age? പ്രാചീന ശിലായുഗം എന്നാൽ എന്ത്? Answer: The use of rough stones with weapons and tools is known as the Paleolithic age. പരുക്കൻ കല്ലുകൾ ആയുധങ്ങളും ഉപകരണങ്ങളുമായി ഉപയോഗിച്ച കാലഘട്ടത്തെ പ്രാചീന ശിലായുഗം എന്നറിയപ്പെടുന്നു. Second, what is the Copper Age or Chalcolithic Age? താമ്രശിലായുഗം എന്നാൽ എന്ത്? Answer: The period when tools and weapons made of stone and copper were used is known as the Copper Stone Age or Chalcolithic Age. കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ താമ്രശിലായുഗം എന്നറിയപ്പെടുന്നു. Next, which metal was first discovered by man? മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ലോഹം ഏത്? ആൻസർ: കോപ്പർ. ചെമ്പായിരുന്നു മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം. ഓക്കെ. നെക്സ്റ്റ്, which was the first people in the world to invent the script? ലോകത്തിൽ ആദ്യമായി ലിപി സമ്പ്രദായം ആവിഷ്കരിച്ച ജനവിഭാഗം ഏത്? ആൻസർ: മെസപ്പൊട്ടേമിയ. മെസപ്പൊട്ടേമിയക്കാരായിരുന്നു ലോകത്താദ്യമായി എഴുത്തുവിദ്യ ഉപയോഗിച്ചത്. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ലൈഫ് പ്രോഗ്രസ് ഇൻ ഏൻഷ്യൻറ്റ് ടൈംസ്? പ്രാചീന കാലത്തെ മനുഷ്യജീവിത പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാം? ആൻസർ: ഫസ്റ്റ്, പാലിയോലിത്തിക് ഏജ്, പ്രാചീന ശിലായുഗം. സെക്കൻഡ്, നിയോലിത്തിക് ഏജ്, നവീന ശിലായുഗം. തേർഡ്, കാൽക്കോലിത്തിക് ഏജ് ഓർ കോപ്പർ ഏജ്, താമ്രശിലായുഗം അല്ലെങ്കിൽ ചെമ്പുയുഗം. ആൻഡ് ലാസ്റ്റ്, ബ്രോൺസ് ഏജ്, വെങ്കലയുഗം. എന്നിങ്ങനെ 4 ഘട്ടങ്ങളിലൂടെയാണ് പ്രാചീന കാലത്തെ മനുഷ്യജീവിതം പുരോഗതി പ്രാപിച്ചത്. നെക്സ്റ്റ്, which is the script of Sumerian people? സുമേറിയൻ ജനത ഉപയോഗിച്ചിരുന്ന എഴുത്തുലിപി ഏത്? ആൻസർ: ക്യൂണിഫോം സ്ക്രിപ്റ്റ്. ക്യൂണിഫോം ലിപിയായിരുന്നു സുമേറിയക്കാർ ഉപയോഗിച്ചിരുന്നത്. ആപ്പിൻ്റെ രൂപത്തിലുള്ള ചിത്രലിപികളായിരുന്നു ഇത്. എഴുത്തുപതരം കളിമൺ പാളികളായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് ടാസ്ക്, ദ സ്ക്രിപ്റ്റ് യൂസ്ഡ് ബൈ ദി ഏൻഷ്യൻ ഈജിപ്ഷ്യൻസ്. പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന ലിപി ഏത്? ആൻസർ: ഹയറോഗ്ലിഫ്സ്. ഹയറോഗ്ലിഫ്സ് ലിപിയായിരുന്നു പുരാതന ഈജിപ്തുകാർ എഴുതുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ചിഹ്നരൂപവും അക്ഷരരൂപവും കൂട്ടിച്ചേർത്താണ് ഈ ലിപി. തടിയും പാപ്പിറസുമാണ് എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന പ്രതലം. ഓക്കെ. നെക്സ്റ്റ്, ബൈ വാട്ട് നെയിം ആർ ദി ടോംസ് ഓഫ് ദി ഫറോവാസ് ഹൂ റൂൾഡ് ഈജിപ്ത് നോൺ? ഈജിപ്തിലെ ഭരണാധികാരികളായിരുന്ന ഫറോവമാരുടെ ശവകുടീരം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ: പിരമിഡ്സ്. പിരമിഡുകൾ എന്നായിരുന്നു ഫറോവമാരുടെ ശവകുടീരങ്ങൾ അറിയപ്പെട്ടിരുന്നത്. നെക്സ്റ്റ്, ദി ലാർജസ്റ്റ് പിരമിഡ്സ് ബിൽറ്റ് ബൈ ദി റൂളേഴ്സ് ഓഫ് ഈജിപ്റ്റ്സ്. ഈജിപ്തിലെ ഭരണാധികാരികളിൽ നിർമ്മിച്ച പിരമിഡുകളിൽ ഏറ്റവും വലുത് ഏത്? ആൻസർ: ദ പിരമിഡ് ഓഫ് ഗിസ ബിൽറ്റ് ബൈ കുഫു. കുഫുവിലെ രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് ഇവയിൽ ഏറ്റവും വലുത്. നെക്സ്റ്റ്, സിഗുറാസ് ആർ എ കോൺട്രിബ്യൂഷൻ ഓഫ് എനി കൾച്ചർ. സിഗുറാത്തുകൾ ഏത് സംസ്കാരത്തിൻ്റെ സംഭാവനയാണ്? ആൻസർ: മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ സംഭാവനയാണ് സിഗുറാത്തുകൾ. ചുട്ടെടുത്ത
ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ദേവാലയ സമുച്ചയമാണ് സിഗ്രാത്തുകൾ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ദി ഗ്രേറ്റ് ബാത്ത് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിമനന്റ് ഓഫ് എനി കൾച്ചർ. മഹാസ്നാനഘട്ടം ഏത് സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പുകൾ ആയിരുന്നു? ആൻസർ, ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പുകളായിരുന്നു മഹാസ്നാനഘട്ടം. മോഹൻജദാരോവിലാണ് ഇത് നിലനിന്നിരുന്നത്. നെക്സ്റ്റ്, ദി കൺട്രി നോൺ ആസ് ദി ഗിഫ്റ്റ് ഓഫ് ദി നൈൽ. നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ആൻസർ, ഈജിപ്ത്. ഈജിപ്തിനെയാണ് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വാട്ട് വാസ് ദി മെയിൻ ഒക്യുപ്പേഷൻ ഓഫ് മാൻ ഇൻ ദി നിയോലിത്തിക് ഏജ്? നവീന ശിലായുഗത്തിലെ മനുഷ്യരുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു? ആൻസർ, അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി വേർ ദി മെയിൻ ഒക്യുപ്പേഷൻ ഓഫ് നിയോലിത്തിക് ഹ്യൂമൻസ്. കൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു നവീന ശിലായുഗത്തിലെ മനുഷ്യരുടെ പ്രധാന തൊഴിൽ. നെക്സ്റ്റ്, കാളിബംഗൻ വാസ് എ സിറ്റി ഓഫ് എനി റിവറൈൻ കൾച്ചർ. ഏത് നദീതട സംസ്കാരത്തിൻ്റെ നഗരമായിരുന്നു കാളിബംഗൻ? ആൻസർ, ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സംസ്കാരത്തിലെ ഒരു പ്രധാന നഗരമായിരുന്നു കാളിബംഗൻ. നെക്സ്റ്റ്, ഹൗ ദി ഫാമിലി ഈസ് ഫോംഡ്. കുടുംബം രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയെല്ലാം? ആൻസർ, ഫസ്റ്റ്, ബ്ലഡ് റിലേഷൻ, രക്തബന്ധത്തിലൂടെ. സെക്കൻഡ്, ബൈ മാരേജ്, വിവാഹബന്ധത്തിലൂടെ. ആൻഡ് തേർഡ്, ബൈ അഡോപ്ഷൻ, ദത്തെടുക്കലിലൂടെ. ഈ രീതിയിലൂടെ എല്ലാമാണ് കുടുംബം രൂപീകരിക്കപ്പെടുന്നത്. നെക്സ്റ്റ്, ദി ഡ്രൈനേജ് സിസ്റ്റം വാസ് എ നോട്ടബിൾ ഫീച്ചർ ഓഫ് എനി റിവർ ബേസിൻ കൾച്ചർ. മലിനജന നിർഗമന സംവിധാനം ഏത് നദീതട സംസ്കാരത്തിൻ്റെ ശ്രദ്ധേയമായ സവിശേഷതയായിരുന്നു? ആൻസർ, ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ശ്രദ്ധേയമായ സവിശേഷതയായിരുന്നു മലിനജല നിർഗമന സംവിധാനം അഥവാ ഡ്രെയിനേജ് സിസ്റ്റം. നെക്സ്റ്റ്, വിച്ച് ഈസ് ദി ഓൺലി സ്റ്റാർ ഇൻ ദി സോളാർ സിസ്റ്റം. സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രം ഏത്? ആൻസർ, സൺ. സൂര്യനാണ് സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രം. നെക്സ്റ്റ്, വിച്ച് ഈസ് ദി ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഇൻ ദി സോളാർ സിസ്റ്റം. സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏത്? ആൻസർ, വീനസ്, ശുക്രൻ. ശുക്രനാകുന്നു സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. അതുപോലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹവും ശുക്രൻ തന്നെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ഓർബിറ്റ് ഓഫ് ദി പ്ലാനറ്റ്സ് അറൗണ്ട് ദി സൺ കോൾഡ്. സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ, ഓർബിറ്റ് അഥവാ ഭ്രമണപഥം. ഗ്രഹങ്ങളുടെ സഞ്ചാരപാത ഭ്രമണപഥം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ഇയർ പ്ലൂട്ടോ വാസ് റിമൂവ്ഡ് ഫ്രം പ്ലാനറ്ററി പൊസിഷൻ. പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്ന് നീക്കം ചെയ്ത വർഷം? ആൻസർ, ഓഗസ്റ്റ് 2006. 2006 ഓഗസ്റ്റിലായിരുന്നു പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്ന് നീക്കം ചെയ്തത്. നെക്സ്റ്റ്, വിച്ച് ഓർഗനൈസേഷൻ റിമൂവ്ഡ് ദി പ്ലാനറ്ററി സ്റ്റാറ്റസ് ഓഫ് പ്ലൂട്ടോ ആൻഡ് ഡിക്ലെയർഡ് ഇറ്റ് എ ഡ്വാർഫ് പ്ലാനറ്റ്. പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്ന് നീക്കി കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ച സംഘടന ഏത്? ആൻസർ, IAU, ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ. ഇൻ്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയനാണ് പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ്, ബൈ വാട്ട് നെയിം ആർ ദി വാരിയസ് സൈസ്ഡ് റോക്സ് ദാറ്റ് എൻ്റർ ദി എർത്ത്സ് അറ്റ്മോസ്ഫിയർ നോൺ. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന പല വലുപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിൽ?
ആൻസർ മെറ്ററോഡൈറ്റ്സ്. ഉൽക്കകൾ. ഉൽക്കകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, നോൺ ഫോർ ദി സ്മോൾ പീസസ് ഓഫ് റോക്സ് ദാറ്റ് ഓർബിറ്റ് ദി സൺ ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ. ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലായി സൂര്യനെ വലയം വെക്കുന്ന ചെറു പാറക്കഷ്ണങ്ങൾ അറിയപ്പെടുന്ന പേര്. ആൻസർ ആസ്ട്രോഡൈസ്. ക്ഷുദ്രഗ്രഹങ്ങൾ. സൂര്യനെ വലയം വെക്കുന്ന ചെറുപാറ കഷ്ണങ്ങൾക്ക് ക്ഷുദ്രഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ പ്ലാനറ്റ്സ്? ഗ്രഹങ്ങൾ എന്നാൽ എന്ത്? ആൻസർ പ്ലാനറ്റ്സ് ആർ സെലിസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ് അറൌണ്ട് ദംസെൽസ് ആൻഡ് ഓർബിറ്റ് ദ സൺ. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലയം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെയാണ് ഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി യൂണിവേഴ്സ്? പ്രപഞ്ചം എന്നാൽ എന്ത്? ആൻസർ ദി യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓൺ ബില്യൺസ് ഓഫ് ഗാലക്സീസ്. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെട്ടതാണ് പ്രപഞ്ചം എന്നറിയപ്പെടുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദി നോൺ നെയിം ഓഫ് ദി ഗാലക്സീസ് ദാറ്റ് കംപ്രൈസ് ദി സോളാർ സിസ്റ്റം. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സികൾക്ക് അറിയപ്പെടുന്ന പേര് എന്ത്? ആൻസർ മിൽക്കി വേ, ക്ഷീരപഥം അഥവാ ആകാശഗംഗ എന്നാണ് സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സികൾക്ക് അറിയപ്പെടുന്ന പേര്. ഓക്കെ, താങ്ക് യു.